സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വടകര ആര് പിടിക്കും എന്ന ചോദ്യം വലിയ ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ് വടകരയിൽ. അപ്പോൾ വടകര ആര് പിടിക്കുമെന്ന് നമുക്ക് വടകരയുടെ സ്വന്തം MLA KK രമയോട് തന്നെ ചോദിക്കാം. KK രമ നമുക്കൊപ്പം ചേരുകയാണ്. വടകര ആര് കൊണ്ടുപോകും? ഷാഫി 100% ഉറപ്പ്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് വിജയിക്കും. ഇത്ര ആത്മവിശ്വാസം നൽകുന്ന ഘടകം തീർച്ചയായിട്ടും 100% ആത്മവിശ്വാസമാണ്. അത് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മുതൽക്ക്, ഷാഫി പറമ്പിൽ വന്നിറങ്ങുന്നത് മുതൽക്ക് ഇവിടെയുള്ളൊരു വൈബ് അത് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് ഏറെ പ്രബുദ്ധമായ ഒരു മണ്ഡലമാണ് വടകര. വടകരയിൽ നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഇത് വരുന്നത്. അതിനെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് പിന്നെ സംസ്ഥാന സർക്കാരിന്റെ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ തരംഗം തന്നെ സംസ്ഥാനത്ത് നൽകുന്നത്. അത് ഏറ്റവും കൂടുതൽ വടകരയിലുമുണ്ട് എന്നാണ്. പിന്നെ വടകരയിൽ അക്രമ രാഷ്ട്രീയം, ടി.പി. ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതിനുശേഷമാണ് പാനൂരിലെ ബോംബ് സ്ഫോടനമൊക്കെ നമ്മൾ വന്നത് കണ്ടത്. അങ്ങനെ നിരവധി രാഷ്ട്രീയ വിഷയങ്ങളുമുണ്ട്. അതോടൊപ്പം സ്ഥാനാർത്ഥിയുടെ ഒരു വലിയ മെച്ചപ്പെട്ട പ്രകടനങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ലാത്ത ഒരു മണ്ഡലമായിട്ടാണ് വടകരയെ കാണുന്നത്. KK ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് ആ ഒരു ഭരണവിരുദ്ധത ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്നതാണ്. കാരണം അവര് അവതരിപ്പിച്ചത് KK ശൈലജ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ ഈ തരത്തിലേക്ക് കോവിഡ് കാലത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് പഴയകാല പ്രവർത്തനങ്ങൾ മാത്രം ഇവിടെ ചർച്ച ചെയ്യുക, പുതിയതൊന്നും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിക്കൂടിയുള്ള ഒരു അടവാണ് ശൈലജ ടീച്ചറെ പോലെ ഒരാളെ ഇവിടെ മത്സരിപ്പിക്കാൻ കാരണം. വളരെ നന്നായിട്ട് നേരത്തെ ഞങ്ങൾക്കറിയാം. ടീച്ചറെ സത്യത്തിൽ കൊരുതി കൊടുക്കുകയാണ് അവർ എന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അത് ഇനി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നതേ ഉള്ളൂ. അവർക്കിപ്പോഴും പറയാനുള്ള രാഷ്ട്രീയം അത് മാത്രമേ ഉള്ളൂ. കോവിഡ് നിപ്പ മറ്റെന്ത് രാഷ്ട്രീയം ഇവിടെ പറയുന്നുണ്ട്? ഇവിടെ അതിലപ്പുറത്തേക്കുള്ള പിണറായി ഗവൺമെന്റിന്റെ അങ്ങേയറ്റത്തെ ജനവിരുദ്ധമായ നിലപാടുകൾ, പെൻഷൻ കൊടുക്കാത്തത്, വിലവർദ്ധനവ്, എല്ലാ നികുതികളും വർദ്ധിപ്പിച്ചത്, ഇതൊക്കെ ചർച്ച ചെയ്യാവുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊക്കെ പോകുന്ന യോഗങ്ങളിലെല്ലാം ഏറ്റവും സജീവമായി ചർച്ച ചെയ്യുന്നത് കേരള ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ നിലപാടുകൾ കൂടിയാണ്. ഷാഫിക്കൊപ്പം ആളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ KK ശൈലജ ടീച്ചർക്ക് ചുറ്റും അതേപോലെ ആളുണ്ട്. ടീച്ചറെ കണ്ടാൽ ഒന്ന് സെൽഫി എടുക്കാതെ പോകുന്നില്ല ആളുകൾ. ആ ആൾക്കൂട്ടം ടീച്ചർക്ക് ചുറ്റുമുണ്ട്. അല്ല, അതൊരു സംശയമില്ലല്ലോ. കാരണം ടീച്ചർ എന്ന് പറയുന്നത് ആ തരത്തിൽ അംഗീകരിച്ച ഒരാൾ കൂടിയാണ്. അത് മാത്രമല്ല, വടകരയിലെ CPM ഞങ്ങളൊന്നും ചെറുതായി കാണുന്നൊന്നുമില്ല. വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. 7 മണ്ഡലങ്ങൾ അവരാണ് ഭരിക്കുന്നത്. MLA-മാർ അവരാണ്. ഒറ്റ മണ്ഡലം മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്നത്. ബാക്കി 6 മണ്ഡലവും അപ്പുറത്താണ്. വലിയ ശക്തിയാണ് CPM-യുടെ. പക്ഷെ അതൊന്നും വോട്ടായി വരില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സെൽഫി എടുക്കാനും കൂടെ പോകാനും ഒക്കെ ആളുണ്ടാവും. പക്ഷെ അതൊന്നും വോട്ടായി വരില്ല എന്നുള്ളത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ മറ്റു വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. അപ്പോൾ അതുപോലും നിങ്ങൾ ചർച്ചയാക്കിയോ? മറ്റു ചില വിഷയങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നില്ലേ വടകര? ഒരിക്കലുമല്ല. അങ്ങനെ അതാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു തന്ത്രം. അതായിരുന്നു ഈ ജനവിരുദ്ധമായ സർക്കാരിന്റെ നിലപാടുകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചർച്ചയെ വഴിമാറ്റി വിടാൻ വേണ്ടിയിട്ടുള്ള ചില ആരോപണങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ചർച്ച മറ്റൊരു ദിക്കിലേക്ക് പോകാനുള്ള ബോധപൂർവമായൊരു ശ്രമമാണ് വടകരയിൽ നടന്നത്. പറയുന്നത് ടീച്ചർ ആണ് ഇവിടെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ നിങ്ങൾ അതിനെ വഴിതിരിച്ചു വിട്ടു. അല്ല, ആരോപണം കൊണ്ടുവന്നത് ഞങ്ങളല്ലല്ലോ. പത്രസമ്മേളനം നടത്തിയത് പറഞ്ഞത് ഞങ്ങളാണോ? ഞങ്ങൾ എങ്ങനെ ആരോപണം കൊണ്ടുവരിക? അവരുടെ ഫാക്ട് ഒരു സ്ത്രീ മത്സര രംഗത്ത് നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന വിഷയം എന്താണ് എന്ന് അവതരിപ്പിച്ചതല്ലേ? KK രമയെ പോലെ ഒരു സ്ത്രീ അത് മനസ്സിലാക്കേണ്ടതല്ലേ? അല്ല, ഞങ്ങൾ അതിനോട് പത്രസമ്മേളനം വിളിച്ച് വളരെ കൃത്യമായിട്ട് ഞങ്ങളെ രാഷ്ട്രീയം പറഞ്ഞല്ലോ. അങ്ങനെ ഒരു സ്ത്രീ ആയാലും, ടീച്ചറെന്നല്ല, രമ എന്നല്ല, ഏത് സ്ത്രീക്കും അത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകരുത്. ഞാനിത് അനുഭവിച്ച ഒരാളാണ്. 2016 ഇവിടെ ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥി അവരാണല്ലോ സ്ഥാനാർത്ഥി എങ്ങനെയാണ് എതിരെ മോശമായിട്ടുള്ളത് വരുന്നത്. ഞാനിവിടെ മത്സരിച്ച സമയത്ത് എനിക്കൊരു വ്യാജ വീഡിയോ ഉണ്ടാക്കിയിട്ട് അത് ഈ നവമാധ്യമത്തിലല്ല, കൈരളി ചാനലിലാണ് കൊടുത്തത്, ദേശാഭിമാനി പത്രമാണ് കൊടുത്തത്. ഇലക്ഷന്റെ തലേദിവസം മുഴുവൻ ഈ മണ്ഡലത്തിൽ പ്രചരിപ്പിച്ചതാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് അത്ര ഹീനമായ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടില്ലല്ലോ. വീഡിയോ എവിടെ ചോദിച്ചാൽ ഇല്ലാന്നിപ്പോ അവര് തന്നെ നിഷേധിച്ചല്ലോ. ചില ഫോട്ടോസ് ശരിക്ക് KK രമ അത് വിശ്വസിക്കുന്നുണ്ടോ? ടീച്ചർ അങ്ങനെ നിഷേധിച്ചിട്ടുണ്ടോ? അത് പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. വീഡിയോയെ പറ്റി പറയല്ല ഞാൻ പറഞ്ഞതെന്ന് വളരെ ക്ലിയർ ആയി പറഞ്ഞത്. ഒരു പോസ്റ്റർ
തല വെട്ടി മാറ്റി ഒട്ടിച്ച പോസ്റ്ററും ഫേക്ക് വീഡിയോയും എന്നല്ലേ? അത് വളരെ കൃത്യമായിരുന്നില്ലേ? അല്ല, ഞാൻ ടീച്ചർ രണ്ടാമത് നടത്തിയ പത്രസമ്മേളനത്തിൽ ടീച്ചർ പറഞ്ഞത് എല്ലാവരും ചോദിക്കുന്നു വീഡിയോ എവിടെ. ഞാൻ അങ്ങനെ ഒരു വീഡിയോ പറഞ്ഞില്ല, ഞാൻ പോസ്റ്ററിനെ പറ്റിയേ പറഞ്ഞതെന്നാണ് ടീച്ചർ പറഞ്ഞത്. നമ്മൾ ടീച്ചർ പറഞ്ഞതിനെയാണ് പറയുന്നത്. ഈ അശ്ലീല വീഡിയോയാണ് ഫേക്ക് വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അശ്ലീല വീഡിയോ എന്ന് ധരിച്ചു. പക്ഷേ ടീച്ചർ പറഞ്ഞ വീഡിയോ ചില വാർത്തകൾ തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിച്ച വീഡിയോകളെ കുറിച്ചാണ് എന്നതല്ലേ? അല്ല, എന്തോ ആയിക്കോട്ടെ, പോൺ വീഡിയോ എന്നാണ് പറഞ്ഞത് നേരത്തെ. എന്തോ ആയിക്കോട്ടെ, ആ ഒരു വീഡിയോ എവിടെ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അതാരാണ്? ഞാനിപ്പോഴും അത്തരം ഒരു സ്ഥാനാർത്ഥിക്കെന്നല്ല ഒരാൾക്കെതിരെയും അത് ഉണ്ടാവാൻ പാടില്ല. അതുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അവരെ ശക്തമായ നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും വേണം. ഇതില്ലാത്തത് നേരത്തെയൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അനുഭവിച്ച വിഷയങ്ങൾ അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോവാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇവിടെ രമ്യ ഹരിദാസിനെതിരെ ഉണ്ടായി, അച്ചൂമ്മനെതിരെ, പെമ്പിളൈ സമരത്തിൽ നടന്ന ആ സ്ത്രീകൾക്കെതിരെ എത്ര മോശമായിട്ടാണ് അധിക്ഷേപം നടത്തിയത്. അങ്ങനെ എത്രയൊക്കെ ലൈംഗിക ചുവയോടുകൂടി സ്ത്രീകൾ, അവിടെയൊന്നും നടപടി ഉണ്ടാവുന്നില്ല. അവിടെയാണ് വിഷയം. സൈബർ മീഡിയയിൽ ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള വനിതകൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ട്. ഈ രീതിയിലുള്ള അശ്ലീല പ്രചരണങ്ങളുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള നേതാക്കൾ തന്നെ നടത്തുന്ന ഇത്തരം ചില പരാമർശങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇതിനെല്ലാം ഉത്തരം പറയേണ്ട ഒരേ ഒരാൾ കെ ശൈലജയാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അതെവിടെ പറഞ്ഞു? നമ്മൾ പറഞ്ഞ ഞാനും ഉമ്മാ തോമസും കൂടിയാണ് ചോദിക്കുന്നത്. ഈ സമയത്തൊക്കെ ശൈലജ എവിടെയായിരുന്നു? ഒരിക്കലും അല്ല. അതൊരു പ്രശ്നമാണല്ലോ. കാരണം ടീച്ചർ പോലെ ഒരാൾ ടീച്ചർക്കെതിരെ അധിക്ഷേപം വന്നപ്പോൾ മാത്രം രംഗത്ത് വരേണ്ട ആളല്ല. ടീച്ചർ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സ്ത്രീകളുടെ ഒരു വലിയ പ്രതിനിധിയായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കൊക്കെ എതിരെ പ്രതികരിക്കുന്ന ആളുകളാണ്. അപ്പോൾ മഹിളാ അസോസിയേഷൻ ടീച്ചർ മാത്രമല്ല, ആരും പ്രതികരിച്ചു കണ്ടില്ല. ഞങ്ങൾക്കൊക്കെ ആ പാർട്ടിക്ക് അകത്ത് നിന്ന് വരുമ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഏതെങ്കിലും ഒരു പൊതുമാധ്യമത്തിൽ വന്ന് പറഞ്ഞോ? ആ വീഡിയോ ഞാൻ പറയാം, ഒരു സ്ഥാനാർത്ഥിയായിട്ട് എനിക്കൊരു വ്യാജ വീഡിയോ ഉണ്ടായിരുന്നപ്പോൾ പറ്റില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞു. നിയമസഭയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ എന്റെ കൈ ഒടിച്ചപ്പോൾ വളരെ മോശമായിട്ടൊരു MLA പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു സ്ത്രീയെ പറ്റി ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞോ? അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ എല്ലാവരും. ഞാൻ പറയട്ടെ, ഞാനൊരു ഇപ്പുറത്ത് നിൽക്കുന്ന ആളാണ്, സിപ്പിനെതിരാണ്. CPM വനിതാ നേതാക്കൾക്കെതിരെ അതിക്രമം ഇതുപോലെയുള്ള പരാമർശങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ രംഗത്ത് വരുന്ന ഒരാളാണ് ഞാൻ. എനിക്കത് തന്റെ അടുത്തോടു കൂടി പറയാൻ സാധിക്കും. അത് ഈ സമയത്ത് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന് തള്ളി പറഞ്ഞു കൊണ്ട് തന്നെയാണ് കെ രമ സംസാരിച്ചത്. ടീച്ചർക്കൊപ്പമാണെന്ന് പറയുകയും ചെയ്തു. ആ വിഷയത്തിൽ ടീച്ചർ ഖേദം പ്രകടിപ്പിക്കണമെന്ന് ഷാഫി പറമ്പിൽ ആവശ്യപ്പെടുന്നു. ടീച്ചർ അങ്ങനെ ഒരു ഖേദപ്രകടനം നടത്തേണ്ടെന്ന് ആവശ്യമുണ്ട്. അല്ല, ഷാഫി പറമ്പിൽ നടത്തി എന്നാണ് ടീച്ചർ പറഞ്ഞത്. ഷാഫി പറമ്പിൽ നടത്തിയിട്ടുണ്ടോ? ഷാഫി പറമ്പിൽ അവർക്കൊരു ഉമ്മയില്ലേ എന്ന് പോലും ചോദിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വളരെ മോശമല്ലേ അങ്ങനെ പറയാൻ പാടില്ല. ഒരു സ്ഥാനാർത്ഥി മറ്റൊരു സ്ഥാനാർത്ഥിക്കെതിരെ അങ്ങനെ പറയാൻ സത്യമുണ്ടെങ്കിൽ പറയാം. സത്യമില്ലാത്തൊരു കാര്യം പറയുന്നത് തെരഞ്ഞെടുപ്പ് ശരിയാണോ? തെരഞ്ഞെടുപ്പാകുമ്പോൾ അവിടെ ചെയ്യുന്നതെല്ലാം ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്ന് വരില്ലേ? അങ്ങനെ സൂചിപ്പിച്ചതല്ലേ? അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഷാഫി പറമ്പിലിന്റെ അറിവോടുകൂടിയാണ് എന്ന് പറയാൻ പാടില്ല. ചിലപ്പോൾ ഞങ്ങളൊരു അറിവ് ഇനിയിപ്പോ മറ്റ് വേറെ തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചറുടെ അറിവോടാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. പറയില്ല, അങ്ങനെ പറയില്ല, ഒരിക്കലും പറയില്ല. ഇപ്പൊ ബോംബ് നിർമ്മിപ്പിച്ച ടീച്ചറുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ഫോട്ടോ കണ്ടു. ഞങ്ങളാരും പറഞ്ഞില്ല ഇവരുമായിട്ട് അടുത്ത ബന്ധമാണ്, ഫോട്ടോ ആരൊക്കെ കൂടി എടുക്കും, നമുക്കത് പറഞ്ഞൂടെ? അങ്ങനെ പറയാൻ ഞങ്ങൾ തയ്യാറല്ല, അങ്ങനെ പറയൂല. ഒരു സ്ഥാനാർത്ഥിയും അത്തരത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ അത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. എനിക്കൊന്നും ടീച്ചർ ചിലപ്പം മനസ്സാല ഉദ്ദേശിച്ചല്ല, പാർട്ടിക്കാരൊക്കെ പറഞ്ഞിട്ട് ചെയ്തായിരിക്കും, പല സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് അത് പറയേണ്ടി വന്നതായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തിയൊന്നും നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ടീച്ചറെ പോലെ ഒരാളൊന്നും അങ്ങനെയൊന്നും പറയും, ആരോപണം ഉന്നയിക്കുന്നത് നമ്മളാരും പ്രതീക്ഷിക്കുന്നതേയില്ല. പക്ഷെ വളരെ ദൗർഭാഗ്യപരമായിട്ട് വളരെ സങ്കടം തോന്നി. ഇതുപോലെ ആളുകളാണോ നമ്മളൊക്കെ ഈ തരത്തിൽ നല്ലതെന്ന് പറഞ്ഞു നടക്കുന്നത് എന്ന് തോന്നുന്ന സന്ദർഭം പോലും ഉണ്ടായി. വളരെ ദൗർഭാഗ്യകരമാണ് ആ ഒരു അവസ്ഥ. വന്നാൽ ഈ വിഷയത്തിൽ എന്തായാലും സൈബർ ഇടങ്ങളിൽ ടീച്ചറിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ, പോസ്റ്ററുകൾ പ്രചരിച്ചു എന്നത് വസ്തുതയാണ്. ഈ സംഭവത്തിൽ കെ ശൈലജ ടീച്ചർ ഖേദം പ്രകടിപ്പിക്കണമെന്ന് കെ രമ പറയുന്നു. അതിനല്ല, അനാവശ്യമായ പരാമർശങ്ങൾ നടത്തിയതിനെതിരെ ഖേദം പ്രകടിപ്പിക്കണമല്ലോ. ഷാഫി പറമ്പിലിനെ വലിച്ചഴിച്ചിന് ഖേദം പ്രകടിപ്പിക്കണ്ടേ? ഷാഫി പറമ്പിലിനെ അറിവോടുകൂടിയാണ് എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പറയുകയാണല്ലോ. അതൊരു പ്രശ്നമല്ലേ? പിന്നെ ടീച്ചറെ ആരോപണം ഉന്നയിച്ചപ്പോഴും ടീച്ചർ പറയും കൂട്ടർക്കാർക്കും വോട്ട് ചെയ്യുവാണ്. വോട്ടല്ല ഇവിടെ വിഷയം. അങ്ങനെ സ്ത്രീകൾ, അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ പോയിന്റായിട്ട് ഞാൻ കാണുന്നത്. വോട്ടിന് വേണ്ടിയല്ല നമ്മളിത് പറയുന്നത്. ഒരു സ്ത്രീക്കെതിരെയും ഈ ആരോപണം ഉണ്ടാകരുതെന്ന്. അത് ടീച്ചർക്കെതിരെ ആരോപണം വരുന്നത് മാത്രമല്ല, ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെതിരെ നിൽക്കാനുള്ള ആർജവമാണ് കേരളത്തിലെ സ്ത്രീകൾ കാണിക്കേണ്ടത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ.
ഇപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളും അപ്പുറത്തെ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. എതിർക്കണം, എതിർക്കേണ്ടതിന് എതിർത്ത് പോകണം എന്ന രാഷ്ട്രീയമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ നമുക്കത് കാണാൻ സാധിച്ചില്ല ഇതുവരെ. ഞാൻ പറയട്ടെ, എനിക്കെതിരെയൊക്കെ വന്ന അധിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഒരു പേജ് ഞാനൊരു ആശംസാ വീഡിയോ ഇട്ടാൽ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ, അത്ര അശ്ലീലകരമായ കമന്റുകൾ, അത് വ്യാജമായിട്ടൊന്നും വരുന്നല്ല, CPMന്റെ ആളുകളുടെ പ്രൊഫൈലിൽ നിന്ന് വരുന്ന. ഇപ്പം ഏറ്റവും അടുത്ത് ടീച്ചറുടെ പ്രൊഫൈലുള്ള ഒരു ഫോട്ടോയിൽ ഇട്ട് കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്നതിന് ശേഷം എനിക്കെതിരെ വന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ കേസ് കൊടുത്താൽ പോയിട്ടില്ല എന്നേ ഉള്ളൂ. എനിക്കെതിരെ വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഭർത്താവിന്റെ ശവം വിറ്റ് തടിച്ചു കൊഴുത്തവൾ എന്നാണ് പറഞ്ഞത്. ആരെ? ടീച്ചറുടെ പ്രൊഫൈലാണ് അതിനകത്തുള്ളത്. ആ വ്യക്തി വളരെ വ്യക്തമായിട്ടുള്ള ആളാണ്. അതിനെന്താ നടപടി സ്വീകരിക്കുമോ? അതിന് തള്ളിപ്പറയോ ടീച്ചർ? അത് മാത്രമല്ല, നിങ്ങൾ അറിയാവുന്ന ആളാണോ? പ്രമുഖനാണെന്നാണോ? അല്ല, CPM ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ്. ഞാനത് കേസ് കൊടുത്തില്ല. കേസ് കൊടുത്തിട്ട് എന്ത് കാര്യം? വ്യക്തിപരമായി അറിയാം അവരെ? ഇല്ലല്ല, എനിക്കറിയില്ല, വ്യക്തിപരമായിട്ട് അറിയില്ല. അത് ടീച്ചറുടെ പ്രൊഫൈലുള്ള ആളുകൊണ്ട് ടീച്ചറുടെ പ്രധാനപ്പെട്ട ആള് അതിന് ഫുൾ ടീച്ചറുടെ പ്രചരണത്തിനുള്ള ഇതാണ് ആ പേജിൽ മുഴുവനുള്ളത്. അപ്പോൾ ഏറ്റവും അടുത്ത ആളല്ലാതെ അങ്ങനെ ചെയ്യില്ലല്ലോ. ഒരു പ്രൊഫൈൽ മാറ്റണമെങ്കിൽ ആ പാർട്ടിയുമായിട്ട് ഏറ്റവും അടുത്ത വ്യക്തിയായിരിക്കാം, അത് ഉറപ്പ്. പിന്നെ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ എഡിറ്റ് ചെയ്തൊരു പ്രചരിപ്പിച്ചത് കണ്ടില്ല നിങ്ങൾ? ഇതാരെ ചെയ്ത്? CPM അല്ലേ? എത്ര എഡിറ്റ്? ഒരു 50-ലധികം എഡിറ്റ് നടത്തിയിട്ട് പറഞ്ഞ കാര്യങ്ങൾക്ക് നേർ വിപരീതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു CPM ഗ്രൂപ്പുകൾ മുഴുവൻ, CPM ആളുകൾ മുഴുവൻ. ഞാനതിന് കേസ് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഈ സംഭവം UDFന് അല്ലെങ്കിൽ ഈ വിഷയം ചർച്ചയാക്കിയത് UDFന് അനുകൂലമാക്കും സാഹചര്യങ്ങളെന്നാണോ? അല്ല, ചർച്ചയാക്കിയത് ഞങ്ങളല്ലല്ലോ. ആരാണ് ചർച്ച? ഞാനത് ചർച്ചയാക്കിയത് UDF ആണോ? ചർച്ചയാക്കിയത് ഷാഫി പറമ്പിലാണോ? ഞങ്ങൾ ആരുമല്ല ചർച്ചയാക്കിയത്. ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തി വിളിച്ചത് എതിർ സ്ഥാനാർത്ഥിയാണ്. അവരെ അതിനുശേഷമേ അത് ചർച്ചയായിട്ടുള്ളൂ. അതുവരെ ആരറിയും ഇങ്ങനെ എന്തൊക്കെ സംഭവിക്കുന്നു? അവർക്ക് മെയ് 27-ാം തീയതിയാണ് P. മോഹൻ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞത്. കേസെടുക്കാമല്ലോ, അന്നേ അന്വേഷണം ആരംഭിക്കാമല്ലോ. ആരാണെന്നുള്ള നിയമത്തിൽ കൊണ്ടുവരും, ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാലോ. 20 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ പത്രസമ്മേളനം LDF സ്ഥാനാർത്ഥി പത്രസമ്മേളനം നടത്തുന്നത്. അപ്പൊ അതുവരെ നടപടി എടുത്തില്ലല്ലോ. അപ്പൊ അത് പ്രചരിപ്പിച്ചത് ഞങ്ങളല്ല, അവർ തന്നെയാണ് അതിനകത്ത് ഉത്തരവാദി. അവർ തന്നെ പത്രസമ്മേളനം നടത്തി നാട് മുഴുവനും പറഞ്ഞു, പിന്നീട് അത് മാറ്റി പറഞ്ഞു, അത് വീണ്ടും തിരുത്തി പറഞ്ഞു. എത്ര പ്രാവശ്യമാണ് അങ്ങനെ വില കുറഞ്ഞ് പോകുന്നത്? ആരാണ് ഇവിടെ? അങ്ങനെ ഒരു വില കുറഞ്ഞ തരത്തിലുള്ള പ്രചാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നീക്കം KK ശൈലജയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് രമ വിശ്വസിക്കുന്നില്ല. പിന്നെ ആരായിരിക്കും അതിന്? അല്ല, അതാണ് ഞാൻ ആ പാർട്ടിയുടെ നേതാക്കന്മാരുടെ കൂടി സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അത്തരത്തിൽ. കാരണം തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിയതിനു ശേഷം പ്രചരണത്തിൽ ഒരുപാട് മുന്നിലാണ് UDFും ഷാഫി പറമ്പിലും. അത് വളരെ അസ്വസ്ഥമാക്കുന്നുണ്ട് അവരെ. അപ്പൊ അത് മറികടക്കാൻ എന്താണ് വിദ്യ എന്ന് ആലോചിക്കുകയാണ് CPM നേതൃത്വം. അങ്ങനെയാണ് ഏറ്റവും എളുപ്പമാർഗമാണ് സ്ഥാനാർത്ഥിയെ ലൈംഗിക അധിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ വരിക എന്ന് പറയുന്നത്. ആ തരത്തിലേക്ക് അത് നീങ്ങി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ മോശമാണത്. അങ്ങനെ ഒരു തരത്തിലേക്ക് ഒരു സ്ത്രീകളെ ഈ തരത്തിൽ ഉപയോഗപ്പെടുത്തരുത്. P. ജയരാജന് പോസ്റ്റ് നമ്മൾ കണ്ടില്ലേ? എത്ര മോശമായിട്ടാണ് സ്ത്രീകളെ പരാമർശിച്ചിരിക്കുന്നത്. വെണ്ണപ്പാളി സ്ത്രീകളുടെ സ്വീകരണമേറ്റു മയങ്ങി എന്നാ പറയുന്നത്. എത്ര അശ്ലീലകരമാണത്. അതിനെതിരെ എന്തെങ്കിലും പ്രതികരി അതിനെ ന്യായീകരിച്ചല്ലോ ടീച്ചർ. എങ്ങനെ ന്യായീകരിക്കുക? സ്ത്രീ വിഷയങ്ങൾക്കെല്ലാം എതിർക്കെ പറയുമ്പോൾ അതേ പത്രസമ്മേളനത്തിൽ വെച്ച് അതിനെ ന്യായീകരിച്ചു. എങ്ങനെയാ സാന്ത? അപ്പൊ സ്വന്തം നേതാക്കന്മാർ പറയുന്നത് എത്ര വൃത്തികേടായാലും അതിനെ ന്യായീകരിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയം ശരിയാണോ എന്ന് അത് ചെയ്യുന്നവർ ആലോചിക്കട്ടെ എന്നതേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ ഏതായാലും ഇത്തരത്തിന് ഒന്നിനും ന്യായീകരിക്കാനില്ല. ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എതിർക്കും. ഞാൻ മുമ്പും എതിർത്തിട്ടുണ്ട്, ഇനിയും എതിർക്കും. അത് CPMന്റെ നേതാക്കൾക്കെതിരെയും ഇത്തരത്തിലുള്ള പരമോശം പരാമർശങ്ങളുണ്ടെങ്കിൽ, ലൈംഗിക ചൊവ്വയോടുകൂടി ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുക്കും. ഏത് സ്ത്രീക്കെതിരെയും ശക്തമായി നിലപാടെടുക്കും. മാധ്യമരംഗത്തെ എത്ര സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഓലിച്ചോ? മാധ്യമരംഗത്തെ വ്യക്തമായ നിലപാടെടുത്ത് വരുന്ന സ്ത്രീകളെ, നിഷാ പുരുഷോത്തം എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തക, അവര് കോവിഡ് കാലത്തെ അഴിമതി പുറത്തു കൊണ്ടുവന്നതിന് അതിന് സംസാരിച്ചതിന് കേട്ട തെറിവാക്കുകളുണ്ടോ? നിങ്ങളുടെ ചാനലിലെ ആളുകൾ ഉണ്ടായിട്ടില്ലേ? എത്ര ചാനലുകൾ, സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ ചാനൽ, സ്മൃതി പരുത്തിക്കാട്, എത്ര ആളുകൾ, ഓരോ ചാനലിലെയും മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷമായ നിലപാടെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ വ്യക്തമായി സ്വതന്ത്രമായി നിലപാട് പറയുമ്പോൾ അത് ഇവർക്കെതിരാണെങ്കിൽ, CPMനെതിരാണെങ്കിൽ ഉടനെ ചാടി ഇറങ്ങുകയാണ് സൈബർ കൂട്ടങ്ങൾ. അവർക്കെതിരെ അക്രമം നടത്തുകയാണ്. ഇത് അവസാനിപ്പിക്കേണ്ട ആരാണ്? അവർ നിർദ്ദേശം കൊടുത്താൽ ഒറ്റ നിമിഷം കൊണ്ട് തീരില്ലേ? CPMന്റെ നേതാക്കന്മാർ, അവരുടെ കയ്യിലാണല്ലോ ഈ സൈബർ വിങ്ങുകൾ കൂടുതലായിട്ടുള്ളത്. അവർക്കറിയാം. അതൊക്കെ ഒരു കേന്ദ്രത്തിൽ നിന്ന് P. മോഹന്റെ മകൻ നടത്തിയ ആ ഒരു പോസ്റ്റ് എത്ര വികൃതമാണ്, എത്ര വൈകൃതമാണ്. സ്വന്തം കുടുംബത്തിലെ ആളെ ശരിയാക്കാൻ നന്നാക്കട്ടെ, നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങി എവിടെയാ നന്നാവുക? അത് ആദ്യം തിരിച്ചറിയട്ടെ അവർ. ഇങ്ങനെ ബോധപൂർവമായ ഒരു നീക്കം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പറയുമ്പോൾ
അത് എന്തിനു വേണ്ടിയായിരിക്കും? പാനൂർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടായത്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം എന്ന് കെ രമ വിശ്വസിക്കുന്നു. അല്ല, അതാണ് ഞാൻ പറയുന്നത്. നിലവിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു വരാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. അതിലൊന്ന് പാനൂർ സ്ഫോടനം, ഒന്ന്. രണ്ട്, കോവിഡ് കാലത്തുള്ള അഴിമതികൾ, മറ്റൊന്ന് ഈ പിണറായി ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായ നിലപാടുകൾ. ഇതൊക്കെ വളരെ നന്നായിട്ട് ഈ ആദ്യകാലത്ത് ഇവിടുത്തെ ക്യാമ്പയിൻ അത് തന്നെയായിരുന്നു. പക്ഷെ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ എത്തുന്നതിന് മുമ്പേ, ഇതുപോലെ സജീവമാകുന്നതിന് മുന്നേ ഇവിടുത്തെ ക്യാമ്പയിൻ സജീവമായിട്ട് അതായിരുന്നു. അപ്പൊ അത് ചർച്ച ചെയ്യുന്നത് ഗുണകരമല്ല എന്ന് കണ്ടതുകൊണ്ടാണ് ആ വിഷയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വിഷയം കൊണ്ടുവന്നത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലല്ലാതെ ഒട്ടും ആത്മാർത്ഥത അതിനകത്ത് ഞാൻ കാണുന്നില്ല എന്നുള്ളത് 100%. ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ TP കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി വലിയ രീതിയിൽ ആ വിഷയം ഇവിടെ ചർച്ചയാക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നു. ആ രീതിയിൽ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ഇപ്പോഴും അത് സജീവ ചർച്ചയാണ്. TP ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഫാക്ടറാണ്. TP ഫാക്ടർ തന്നെയാണ്. കാരണം ആ TP എല്ലാ സ്ഥലത്തും അക്രമ രാഷ്ട്രീയവും അതുപോലെ തന്നെ ഒരു മനുഷ്യനും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളത് എല്ലാ ഭാഗത്തും സ്ത്രീകൾ ഉൾപ്പെടെ ഇങ്ങോട്ട് പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഹൈക്കോടതി വിധി കൂടി വന്ന പശ്ചാത്തലത്തിൽ അതിൽ കൂടുതൽ CPM നേതാക്കന്മാർ വന്നു. ഞങ്ങൾക്ക് ബന്ധമില്ലാന്നുള്ള എപ്പോഴും പറയുന്നത്, കൂടുതൽ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്തിട്ട് പോലും. അപ്പൊ ഇനി അത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകരുത് എന്നുള്ളത് ഈ മണ്ഡലത്തിൽ എക്കാലത്തും അതൊരു ഫാക്ടറാണ്. അത് എത്ര നിഷേധിച്ചാലും നിഷേധിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൂടി ചർച്ച ചെയ്യരുത് എന്നതിന്റെ ഉദ്ദേശം ഈ CPMന്റെ നേതാക്കന്മാർക്കുണ്ട്. അതൊക്കെ കൊണ്ടാണ് മറ്റൊരു തരത്തിലേക്ക് ടീച്ചറിനെ കൊണ്ട് മറ്റൊരു ആരോപണത്തിലേക്ക് അവരെത്തിക്കാൻ വേണ്ടി ഇടയാക്കിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അത് വളരെ മോശമായിപ്പോയി എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. TP പാർട്ടി വിട്ടതിന് ശേഷം ലോക്സഭയിലേക്ക് CPM വിജയിച്ചിട്ടില്ല. തിരിച്ചു പിടിക്കാനുള്ള പലവിധ ശ്രമങ്ങളും നടത്തി. ഇക്കുറി ഷാഫി ജയിക്കുകയാണെങ്കിൽ അത് ഇക്കുറിയും TPയുടെ വിജയമായിരിക്കും. ഒരു സംശയം വേണ്ട. കാരണം 2008 RMP ഇവിടെ രൂപീകരിക്കുന്നത്. അതിനുശേഷം നടന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിദയനീയമായിട്ടാണ് CPM പരാജയപ്പെട്ടത്. ഏറ്റവും ശക്തരായ കാൻഡിഡേറ്റിനെ ഇവിടെ നിർത്തി. ഇവിടെ M ഷംസീർ ഉണ്ടായിരുന്നു, P ജയരാജൻ ഉണ്ടായിരുന്നു, സതീദേവി ഉണ്ടായിരുന്നു. ശക്തരായ ആളുകളായിരുന്നു ഇവിടെ മുഴുവൻ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അവരെയൊക്കെ പരാജയപ്പെടുത്തിയ അനുഭവമാണ് വടകരയ്ക്ക്. ഇത് അതിലും ശക്തമായ രൂപത്തിലുള്ള പരാജയമാണ് അവർ ഏറ്റുവാങ്ങാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതെ, വടകരയ്ക്കപ്പുറം പ്രതിഫലിക്കാതെ? അല്ല, വടകര മണ്ഡലത്തിലാണ് സജീവമായിട്ട് RMP ഉള്ളത്. RMP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപീകരിച്ചതും കൂടുതൽ സംഘടനാശേഷിയുള്ളതും ഒരു മണ്ഡലം വടകരയാണ്. മറ്റ് ഇടങ്ങളിലൊക്കെ ഒരുപക്ഷെ വോട്ടുകളുണ്ടെങ്കിലും പ്രത്യക്ഷമായി പ്രവർത്തിക്കാൻ CPMന്റെ ഉൾപ്പെടെയുള്ള അവരുടെ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അവർ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത, അതുകൊണ്ട് പലർക്കും ഭയമായിട്ട് പ്രവർത്തനം നടക്കുന്നില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ട് ഏതാൾ നിൽത്താലും RMP ഒരു പ്രധാന ഘടകമാണ് ഇവിടുത്തെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ. ശരി, വളരെ നന്ദി. ഇനിയിപ്പോ അവസാന നിമിഷങ്ങളിലേക്ക് പോവുകയാണ്. എല്ലാവിധ ആശംസകളും. എന്തായാലും തെരഞ്ഞെടുപ്പിനെ UDFനെ മുന്നിൽ നിന്ന് നയിക്കുന്ന കെ രമ 100% ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ ഷാഫി ജയിക്കുകയാണെങ്കിൽ അതും TPയുടെ വിജയം എന്ന് തന്നെയാണ് കെ രമ പറയുന്നത്. വടകരയിൽ നിന്നും ശ്രീസി കല്ലുമുട്ടിക്കൊപ്പം MG രേണുക, ന്യൂസ് 18.